അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആരാണ് ഈ മെഡിസിൻ മുഹ്സിനക്ക് കൊടുത്തത് എന്നതിനുള്ള ആളെ കിട്ടുവാൻ വേണ്ടി ഡോക്ടർ ചോദിക്കുകയാണ്. കുട്ടിക്ക് ആരാണ് ഈ മെഡിസിൻ തന്നത് എന്നതിനുള്ള ഉത്തരം അവൾ പറഞ്ഞു കഴിഞ്ഞു. അതെ, ഭർത്താവിൻ്റെ ഉമ്മയാണ്. അത് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് എനിക്കറിയില്ല. എന്നാൽ ആ ഉമ്മയെ ഒന്ന് വിളിക്കണം കേട്ടോ. ഡോക്ടറുടെ മുമ്പിൽ വെച്ച് തന്നെ അതാ അവർ വിളിക്കുന്നു. മോൾട്ടിയും കൂടെയുണ്ട്. ഉമ്മയുടെ നമ്പർ ഇല്ലേ? ആ ഉണ്ട്, ഇതാ. മോൾട്ടി വിചാരിച്ചു, പഠിച്ചോനെ ഈ ഉമ്മ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടിക്കണ റബ്ബേ, വല്ലാത്തൊരു എന്താ റബ്ബേ ഈ ഉമ്മാൻ്റെ ഒക്കെ ഒരു കഥ. അല്ലെങ്കിൽ ഉമ്മാക്ക് എന്നെ കണ്ടൂടാ, എന്താ അറിയില്ല, എന്നെ തീരെ അങ്ങ് കണ്ടൂടാ. ഇനിയിപ്പോൾ സിനാനോടായിരുന്നു കുറച്ചെങ്കിലും സ്നേഹം, ഇപ്പം എന്ത് സിനാൻ്റെ ഭാര്യനോടും ഇങ്ങനെ ചെയ്തോ? ഹോ. പെട്ടെന്നതാ ഡോക്ടർ ആ നമ്പർ ഡയൽ ചെയ്യുന്നു. അത് ഞാൻ വിളിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ ഉമ്മ സത്യം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, വിളിച്ചോളൂ. ഇതിനെക്കുറിച്ച് സിനാനോട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറയണമെന്ന് മോൾട്ടിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവനെ ഇങ്ങോട്ട് വിളിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഇവിടെ വന്നെന്തേ സംസാരിക്കുവാനോ ആരും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവനൊന്നറിയണം. ഇനിയെങ്കിലും എൻ്റെ കുട്ടി രക്ഷപ്പെടണം. കാരണം എൻ്റെ കുട്ടി കുറേ അനുഭവിച്ചു. പാവം എൻ്റെ പൊന്നുമോൻക്ക് യാതൊരു വിഷമം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടൊക്കെ തന്നെ കാര്യങ്ങൾ പഠിച്ചോനെ, ഇതെങ്കിലും നീ ഞങ്ങളുടെ കൂടെ നിൽക്ക്. എൻ്റെ മോൻ്റെ കാര്യങ്ങളിൽ നീ തീരുമാനം എടുക്കല്ല. ഡോക്ടർ ഇതാ ഉമ്മയുടെ ആ നമ്പറിലേക്ക് വിളിക്കുന്നു. മാളിയേക്കൽ തറവാട്ട് വീട്ടിലെ ആ റൂമിൽ നിന്ന് അതാ ഫോണിൻ്റെ റിംഗ് ടോൺ മുഴങ്ങുന്നു. ഹോ, ആരപ്പം നേരം വിളിക്കണത്? ഹലോ, ആരാണ്? ഹലോ മാം, ഇത് ഡോക്ടറാണ്. ഡോക്ടറോ? ഏത് ഡോക്ടർ? എന്തിനാണ് ഡോക്ടറിനെ വിളിക്കണത്? ചെറിയൊരു കാര്യത്തിനെ കുറിച്ച് എൻക്വയറിക്കായിരുന്നു. എൻക്വയറിക്കോ? എന്ത് എൻക്വയറിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോളൂ. അതായത് നിങ്ങൾ മുഹ്സിന എന്നുള്ള കുട്ടിക്ക് ഏത് രീതിയിലുള്ള മെഡിസിനാണ് കൊടുത്തത്? അതായത് കുറച്ച് മാസത്തെ പഴക്കമുണ്ട് ഇതിന്. ഏത് രീതിയിലുള്ള മെഡിസിനാണ് നിങ്ങൾ കൊടുത്തത്? മെഡിസിനോ? എന്ത് മെഡിസിന്? ഞാനങ്ങനെ മെഡിസിനായിട്ട് കൊടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല. ദയവായി നിങ്ങൾ സത്യം പറയണം. പിന്നെ ഇതൊക്കെ വലിയ കേസാണ് കേട്ടോ. ഇതൊക്കെ കോടതിയിലൊക്കെ എത്തുവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഒരു ഇഷ്യൂസ് ഇവിടെ വെച്ച് തന്നെ അങ്ങ് പ്രോബ്ലം ഒന്ന് സെറ്റ് ആക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം. അതല്ല എങ്കിൽ ഇതൊക്കെ ഈ മെഡിസിൻ എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, സൈഡ് എഫക്റ്റ് ഉള്ള, അതായത് ഏതൊരു പേഷ്യൻറ്റിനാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് ആ ഒരു പേഷ്യൻറ്റിന് വേറെ പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള മെഡിസിനാണ്. പ്രത്യേകിച്ച് 2 മെഡിസിനാണ് കുട്ടിയുടെ വയറ്റിലേക്ക് ചെന്നിട്ടുള്ളത്. സാധാരണ രീതിയിൽ അബോർഷനൊക്കെ വേണ്ടി ഒരു അരപ്പൊട്ട് മാത്രം കഴിക്കേണ്ട മെഡിസിനാണിത്. അല്ല ഡോക്ടറെ, നിങ്ങളെന്താ അനാവശ്യം പറയണോ? നിങ്ങളെന്താ വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തണോ? ഹേയ്, ഭീഷണിയല്ല, കാര്യമൊന്നും പറയാൻ. ആരാ പറഞ്ഞത്? ഇത് എന്നോട് വിളിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. ഞാനാണത് കൊടുത്തത്. നിങ്ങളെന്താ എന്നോട് കാര്യമില്ലാതെ സംസാരിക്കുന്നത്? ഡോക്ടറാണെന്ന് ഞാൻ നോക്കൂല, സൂക്ഷിച്ച് സംസാരിക്കണം. ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഡോക്ടർ പോലും ഒന്ന് പരിങ്ങി. എന്താ ഈ സ്ത്രീ ഇങ്ങനെ? ഹലോ, നമ്മൾക്ക് എന്തൊക്കെ തന്നെയല്ല, ഞാനൊരു ഡോക്ടറാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളിതുമായി പൊരുത്തപ്പെടാൻ തയ്യാറല്ല എങ്കിൽ ഞാൻ നേരെ വക്കീലിന് കൈമാറും കേസ്. പിന്നെ നിങ്ങളോട് വന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് ഇത് റെഡിയാക്കേണ്ടി വരും. ഇവിടെ പോലീസും വക്കീലൊന്നും കൊണ്ടുവരണ്ട. ഞങ്ങൾക്കതിന് താല്പര്യമില്ല. എന്തെങ്കിലും ഉദ്ദേശം? വെറുതെ കള്ളക്കേസിൽ കുടിക്കാറുണ്ടല്ലോ, അതിനും വലിയ വക്കീലിൻ്റെ അടുത്ത് ഞാൻ പോയി കേസ് കൊടുക്കും കേട്ടോ ഡോക്ടർക്കെതിരെ. അതും മാനനഷ്ടത്തിനാണ് ഞാൻ കേസ് കൊടുക്കുക, ഇല്ലാത്തത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ നിങ്ങളോട് മാനമര്യാദയിലാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് മെഡിസിനാണ് ഈ കുട്ടിക്ക് കൊടുത്തിട്ടുള്ളത്? മുഹ്സിന എന്നവൾ നിങ്ങളുടെ മകൻ്റെ ഭാര്യയല്ലേ? അതെങ്ങനെ നിങ്ങൾക്കറിയാം? ആരെങ്ങളോടത് പറഞ്ഞത്? എൻ്റെ മരുവൾ ഇവിടെ ഉണ്ട്. മുഹ്സിന ഏത് മുഹ്സിനെ വിചാരിച്ചിരിക്കണേ? എൻ്റെ മരുവൾ ഇത് അവിടെ ഷാഹിന ഇവിടെ ഉണ്ട്, നല്ല തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടി. നോൺസെൻസ്. ഞാൻ ചോദിച്ചതിന് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എനിക്ക് കുറച്ച് ഉത്തരം കിട്ടിയേ മതിയാവൂ. അല്ലാതെ ഞാനിവിടെ ഡോക്ടറായിരുന്നിട്ട് എന്ത് കാര്യം?
എൻ്റെ പേഷ്യൻറ്റിന് പറ്റിയൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളാണ് ആ മെഡിസിൻ കൊടുത്തതെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് നിങ്ങളെയും വിളിച്ചത്. അല്ലാതെ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഇതൊരു വലിയ ക്രിമിനൽ കുറ്റമാണ് നിങ്ങൾ ചെയ്തത്. എന്ത് ചെയ്തു എന്നാണ് ഡോക്ടർ നിങ്ങളീ പറയണത്? ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. വെറുതെ ഇല്ലാത്തതിനൊരു പേരിൽ നിങ്ങൾ ഓരോ പ്രശ്നം ഉണ്ടാക്കല്ലിട്ടോ. ഞാനത് ചെയ്തിട്ടില്ല. എനിക്കെന്തിനാ? അല്ല, എനിക്ക് അതായത് ഇത് അത്രക്കും സൈഡ് എഫക്റ്റ് ഉള്ളൊരു മെഡിസിനാണ് നിങ്ങൾ കൊടുത്തത്. അതായത് വലിയൊരു കുറ്റം കൂടിയാണ് ഇത്. അതുകൊണ്ട് നിങ്ങളിതിൻ്റെ യഥാർത്ഥം പറയണം. കുട്ടി പറയുന്നത് നിങ്ങൾ തന്നു എന്നാണല്ലോ. ആ ഒരുമ്പട്ടോൾ അങ്ങനെ പറഞ്ഞോ? എവിടെ ഓള്? അവളുടെ നിന്ന് ഫോൺ കൊടുക്ക്. സോറി, കുട്ടി ഇപ്പോൾ കുറച്ച് പ്രയാസത്തിലാണ്. അതുകൊണ്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. അവളുടെ അടുക്കൽ ഇനിയും കൊടുത്ത് അവളുടെ മനസ്സ് വിഷമിപ്പിക്കാനാവില്ല. ഡോക്ടർ സ്നേഹത്തോടെയാണ് മുഹ്സിനയോട് പെരുമാറുന്നത്. കാരണം ഒരുപാട് വിഷമം അനുഭവിച്ച കുട്ടിയാണെന്ന് ഡോക്ടർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. എന്നാൽ ഉമ്മ അപ്പുറത്ത് നിന്ന്, നിങ്ങൾ എന്താ ഡോക്ടർ ഈ കളവിൽ കൂട്ടു നിൽക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിരുന്നു നിങ്ങൾ എന്തിനാ എൻ്റെ മേത്തേക്ക് ഇടുന്നത്? ഞാനാണോ അത് കൊടുത്തത്? ഞാനാണോ? എനിക്ക് പറയോ അതൊക്കെ സൈഡ് എഫക്റ്റ് ഉള്ള ഗുളിക കാര്യങ്ങളൊക്കെ? ഒരു കാലത്തൊരു പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തിന്? കുട്ടികൾ നന്നായിക്കോട്ടെ, വൈറ്റമിൻസിന് വേണ്ടിയിട്ട്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ എന്താ പറഞ്ഞ കൊല്ലാനുള്ള ഗുളിക കൊടുത്തുന്നത് അനാവശ്യം പറയരുത് കേട്ടോ. ഡോക്ടറൊന്നും ഞാൻ നോക്കൂല. നിങ്ങളെ പണി പോകുന്ന ഏർപ്പാട് നിങ്ങൾ നിൽക്കണ്ട. നിങ്ങളെ ജോലി എന്താ വെച്ചാൽ നിർവഹിച്ചാൽ മതി. അല്ലാതെ വക്കീലിൻ്റെ പരിപാടിയൊന്നും നിങ്ങൾ എടുക്കണ്ട. മനസ്സിലായല്ലോ? റഷീദ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ഡോക്ടർ വരെ അത്ഭുതപ്പെട്ടു. ഇതെന്തൊരു ഉമ്മ, ഇങ്ങനെയുണ്ടാവോ? ഡോക്ടറെ, നിങ്ങൾക്ക് ഏൽപ്പിച്ചെന്ന പണി എന്താ? രോഗികളെ ശുശ്രൂഷിക്കുക, നോക്കുക എന്നുള്ളതാണ്. അല്ലാതെ കേസ് തെളിയിക്കലും അതിൻ്റെ ആളെ കണ്ടെത്തലും നിങ്ങളെ പണിയല്ല. അതൊക്കെ പോലീസും വക്കീലൊക്കെ വേറെ, ഓല വകുപ്പ് വേറെയാണ്. നിങ്ങളെ പണി രോഗികളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അതേ മേഡം, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ രോഗി, എൻ്റെ പേഷ്യൻറ്റിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ടാണ് ആ മരുന്ന് എന്തിനെ കൊടുത്തു, അതാണ് ഞാൻ ചോദിച്ചത്. എനിക്കിതിനോട് കൂടുതലായിട്ട് സംസാരിക്കാമെന്ന് ഞാൻ നിൽക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണിത്. അതായത് ഇത്രയ്ക്കൊരു ഡേഞ്ചർ, ഒരു പക്ഷേ കുഞ്ഞ് ഇഞ്ചിഞ്ചായി മരിക്കുവാനുള്ള ഒരു കാരണം കൂടിയാണിത്. നിങ്ങളുടെ മുഹ്സിന, അതായത് നിങ്ങളുടെ മകൻ്റെ ഭാര്യ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സൈഡ് എഫക്റ്റ്, ആ ഒരു മരുന്നിൻ്റെ അംശം വയറ്റിൽ ഉള്ളിടത്തോളം കാലം കുട്ടിയുടെ ആരോഗ്യത്തിൽ ഇങ്ങനെ ക്ഷയം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, കുട്ടി ഗർഭിണിയാണെന്നറിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ അതാ ആ ഒരു മെഡിസിൻ തട്ടിയ നിമിഷങ്ങൾക്ക് അതുങ്ങോട്ട് ഇല്ലാതായി മാറുകയാണ്. അപ്പം എന്താ, ഇതൊരു കൊലപാതക കുറ്റല്ലേ? ഡോക്ടറെ, ഇതിനെക്കുറിച്ചൊന്നും ഞമ്മക്കറിയില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ എന്നോട് ചോദിക്കണ്ട. വൈറ്റമിൻ്റെ ഗുളിക എനിക്ക് കിട്ടി, അത് ഞാൻ കൊടുത്തു, അതെനിക്കറിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്തിച്ചെന്നത് ആരാ? അവിടുത്തെ ആശാ വർക്കറോ? അതൊന്നും ഇപ്പോൾ പറയണ്ട. അതിൻ്റെ മോൻ പറഞ്ഞതാണ് കൊടുക്കാൻ. മുഹ്സിനക്ക് നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോനായിട്ടാണ് എത്തിച്ചു തന്നത്, അല്ലാതെ ആശാ വർക്കറും അവരൊന്നല്ല. അപ്പോൾ എങ്ങനെയാണ്, കൊറിയർ വഴി വന്നതാണോ? അങ്ങനെ എന്താണോ, ശരിക്കും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും എൻ്റെ കൈ കിട്ടി, മോൻ അയച്ചാണ്, മോൻ പറഞ്ഞത് കൊടുക്കാൻ. അപ്പോൾ സംഭവം കൊടുത്തു. ഇത് എനിക്കറിയുള്ളൂ. അല്ലാതെ മനുഷ്യന്മാരെ കൊല്ലാനുള്ളതോ ഇഞ്ചിഞ്ചായി മരിക്കുന്നതോ അതൊന്നും എനിക്കറിയില്ല. അതേ എനിക്കറിയുള്ളൂ. ഓഹോ, അപ്പോൾ നിങ്ങളും മകനും കൂടിയാണോ? അതായത് മുഹ്സിനയുടെ ഭർത്താവ്. പൊന്നാര ഡോക്ടറെ, എനിക്ക് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. നേരിട്ട് പറയാനാണ് എനിക്ക് പൂതി. അവിടെ വന്ന് ഇനിയിപ്പോൾ ഞാൻ അവിടെ വരുന്നില്ല. ഞാൻ വന്നാൽ ഇനിയിപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നമല്ലേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്കിതായിട്ടൊരു ബന്ധമില്ല. ഞാൻ എൻ്റെ കാര്യം പറയാണ്. എനിക്കൊരു ബന്ധമില്ല. എൻ്റെ മകൻ ഇങ്ങനെ ഒരു ഗുളിക ഉണ്ട്, അത് കൊടുത്താൽ അവൾക്ക് ആരോഗ്യമൊക്കെ ഒന്ന് റെഡിയാവും, പുഷ്ടിപ്പെടുമെന്ന് പറഞ്ഞു. ഞാനത് കൊടുത്തു. അല്ലാതെ ഈ മരുന്നിനെ കുറിച്ചോ അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചോ ഒരു വിവരം റഷീദാക്കില്ല. നിങ്ങളൊക്കെയല്ലേ പഠിച്ചോലത്ര നമുക്ക് ഉണ്ടാവില്ലല്ലോ അറിവ്. നമുക്കൊരു ഗുളിക കിട്ടുമ്പോൾ വൈറ്റമിൻ അറിവ് നമ്മളെ മരക്കൾക്ക് കൊടുക്കും സ്വാഭാവികമായിട്ടും. അങ്ങനെ എനിക്കുള്ളൂ. ഇതിനൊക്കെ ഉത്തരവാദി എൻ്റെ ഓനാണ് വിളിച്ച് ചോദിച്ചോളൂ ഇങ്ങോട്ട്. മിസ്റ്റർ റഷീദ, അപ്പോൾ നിങ്ങളുടെ മകനാണോ ഇതിനെ പ്രേരിപ്പിച്ചതെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ ഡോക്ടറെ, എൻ്റെ മകനാണ്. മകന് ഇഷ്ടമല്ല തോന്നുന്നുണ്ട് മക്കളും കുട്ടികളും എന്താണ് പറയുമ്പോൾ തന്നെ. ഇപ്പം എൻ്റെ മോന് വേറൊരു പെണ്ണിനെയും കെട്ടി ഇവിടെ കൊണ്ടുവന്നിക്കണ്. ഓളെ ഇഷ്ടമില്ല, മുഹ്സിനെ ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് അവൾ ഗർഭിണിയാണെങ്കിൽ ഓൾ ഒഴിവാക്കുക, അതിൽ നിന്ന് ഒഴിവാക്കുക. അവൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുക, അതേതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ മറ്റു പലതൊന്നുമല്ല. ഉമ്മ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അല്ല, അപ്പോൾ നിങ്ങളുടെ മരുമകളോട് ഇഷ്ടമല്ലേ നിങ്ങളെ മകൻക്ക്? എവിടെ, ഓന് കുറേ ഒഴിവാക്കാൻ നോക്കി, ഓളിങ്ങനെ ഒട്ടിപ്പിടിച്ച് വരല്ലേ വീണ്ടും വീണ്ടും.
വിളഞ്ഞീനൊട്ടണ പോലെ. ഞമ്മക്കിപ്പോൾ നമുക്ക് താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കിപ്പോൾ ഇവിടെ കുട്ടിയല്ല, ജീവിച്ച് പോയിക്കോട്ടെ, ഇവിടെ നിന്നോട്ടെ എൻ്റെ അഭിപ്രായം. അതിനിപ്പോൾ ഓനങ്ങനെ മനസ്സായപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? ഓ എന്നാൽ ശരി, ഓക്കെ. അങ്ങനെ അത് ഡോക്ടർ ഫോൺ കട്ട് ചെയ്തു. എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മോൾട്ടിയും മുഹ്സിനുമൊക്കെ. ശരിക്കും ഞെട്ടിപ്പോയി. കേട്ടല്ലോ, നിങ്ങളുടെ ഭർത്താവാണ് ഇതിന് മുൻകൈ എടുത്തത്, അവന് കുഞ്ഞുണ്ടാകുന്ന ഇഷ്ടമല്ല, അവൾ ഇഷ്ടമല്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഇപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ തീരുമാനം? മുഹ്സിന, നിനക്ക് ഇനി ഭർത്താവിൻ്റെ കൂടെ പോകാൻ ആഗ്രഹമുണ്ടോ? അവൾ കരയുകയായിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് മുഹ്സിന ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. മോൾട്ടിയും പഠിച്ച റബ്ബേ, ഉമ്മ അവനെ അങ്ങനെ ചെയ്യോ? എൻ്റെ മോൻ അങ്ങനെ ചെയ്യോ? അറിയില്ല. ശരിക്കും അവർക്കും നല്ല രീതിയിൽ ടെൻഷനായി തുടങ്ങി. അപ്പോൾ മോൾട്ടിക്ക് തോന്നി, അല്ലെങ്കിൽ മുഹ്സി അവിടെ നിന്നോട്ടെ, ഇനി അതായിരിക്കും നല്ലത്. കാരണം വീട്ടിലെത്തിയാൽ ഇനിയും ഇതുപോലെ തന്നെ ഓരോ വലിയ വലിയ ഗുളികയും കാര്യങ്ങളും ഓൾക്ക് തന്നും കുട്ടികളെങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിലേറെ പ്രശ്നമായി. മുഹ്സിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മോൾട്ടി പറഞ്ഞു, മുഹ്സിയെ, താത്താൻ്റെ കുട്ടി എൻ്റെ വീട്ടിൽ തന്നെ പോയിക്കോട്ടോ. സിനാനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, ഓനാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അപ്പോൾ മോള് ക്ഷമിക്കണം. ഇത്താത്തയുടെ പ്രാർത്ഥന എനിക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ പോയിക്കോളെ എൻ്റെ വീട്ടിൽ തന്നെ. അല്ലാതെ ഈ കടുപ്പം കാട്ടുന്ന പോലെ വീട്ടിൽ നീ വരണ്ട. ഞാൻ കണ്ടില്ലേ എത്ര ദിവസമായി, എനിക്കവിടെ നിൽക്കാൻ കഴിയൂലല്ലോ. ഉമ്മാൻ്റെ ഒരു വർത്താനം കാട്ടിക്കൂട്ടിനും കണ്ടാൽ നിൽക്കാൻ തോന്നൂല. എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞല്ലേ. അന്ന് ആ കല്യാണത്തിനൊന്ന് വന്നു എന്നല്ലാതെ ഞാൻ അവിടെ നിന്നിട്ടില്ലല്ലോ. കാരണം സ്വസ്ഥത ഉണ്ടാവില്ല, ഉമ്മാൻ്റെ കൂടെ നിൽക്കാൻ കഴിയൂല, സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മോൾട്ടി ഒരു നിമിഷം ചിന്തിച്ചു, പഠിച്ചോനെ പെറ്റ തള്ളാരിങ്ങനെ പറയോ, കളവാണോ സത്യമാണോ എനിക്ക് ഉറപ്പില്ല. ഉമ്മാൻ്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമേ ഇല്ല. കാരണം പല രീതിയിൽ കളവ് പറയുന്നതാണ് ഉമ്മയായിട്ടെന്താ അങ്ങനെ കളവ് പറയാൻ പാടുണ്ടോ? ചില ആൾക്കാരുണ്ട് ഒരു പേടിയില്ലാതെ കളവ് പറയാൻ വേണ്ടി മാത്രം ജീവിക്കണോല്. എൻ്റെ റബ്ബേ, ഇങ്ങനത്തെ ഷെറിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. മോൾട്ടി മനസ്സിൽ ദ്വാ ചെയ്തു. മുഹ്സിനയുടെ മനസ്സ് ആകെ ഇടങ്ങാറായിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ അവളുടെ ഉമ്മ. എന്തായി? ഡോക്ടർ പറഞ്ഞു, ആളൊക്കെ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ല, നിങ്ങളുടെ മകളൊക്കെ തന്നെ പറഞ്ഞോളൂ. ഓക്കെ, പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാം. എന്തൊക്കെ തന്നെയായാലും ഒന്ന് കുഴലൊക്കെ പരിശോധിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ശരിക്കും നോക്കാനുണ്ട്, എവിടേക്കാണത് കിടക്കുന്നതെന്നൊക്കെയുള്ളത്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി. കുറച്ച് ക്യാഷൊക്കെ അത്യാവശ്യം ഹെവി ആയിട്ട് വേണ്ടി വരും. ഇവരുടെ കൂടെ ഉപ്പയാണോ ആണുങ്ങൾ ആരെയുണ്ട് ഒന്ന് വിളിപ്പിക്കൂട്ടോ, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. ഡോക്ടർ അതാ ആങ്ങളെയും ഉപ്പയും വിളിപ്പിക്കുന്നു. അത് കുട്ടിക്ക് കാര്യമായിട്ട് ഒരു നല്ലൊരു മെഡിസിൻ അകത്ത് ചെന്നിട്ടുണ്ട്. അത് ശരിക്കത് പോയിട്ടില്ല, അതവിടെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന രീതിയിൽ അത് ക്ലിയർ ചെയ്യണം. അതിന് വേണ്ടി എൻഡോസ്കോപ്പി എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പിന്നെ കുറച്ച് സ്കാനിങ് കാര്യങ്ങൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് അത് ചെയ്യേണ്ടി വരും. കാരണം അത് വയറ്റിലുള്ളിടത്തോളം കാലം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് ബലം കുറവ്, അതുപോലെ ഓരോ ശരീരഭാഗങ്ങൾ നശിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊരു ഭാഗ്യത്തിലാണ് കുട്ടി രക്ഷപ്പെട്ട് തന്നെ. കാരണം എന്തൊക്കെ തന്നെ ഈ ഗുളിക വയറ്റിലായി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ എന്തോ അബോർഷനായി പോകും. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഗർഭിണിയായിരുന്നു, ഒരു 1.5 മാസം ഗർഭിണിയായിരുന്നു. അതൊക്കെ പോയി കളഞ്ഞു എന്ന് മാത്രമല്ല, കുട്ടിയുടെ ശരീരത്തിലേക്ക് അത് സൈഡ് എഫക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സൈൻ ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് ക്യാഷ്ലി ആയിട്ടുള്ള പരിപാടിയാണ് ഇട്ടത്. ഉപ്പ പറഞ്ഞു ക്യാഷൊന്നും എത്രയായാലും വിഷയമില്ല, അതെങ്ങനെങ്കിലും ക്ലിയർ ചെയ്യണം, കുട്ടിയെ രക്ഷിക്കണം, അതാണ് ഞങ്ങൾക്കുള്ളൂ. അത് കണ്ട് ആങ്ങളെ പറഞ്ഞു, വേണ്ട ഞാൻ കൊടുത്തോളാം, എൻ്റെ പെങ്ങളെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇനി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഹേയ്, ഞങ്ങളെ ഭാഗത്തുനിന്ന് വന്നത് ഞങ്ങൾ തന്നെ അത് തിരുത്തണം. ഉപ്പയുടെ വാക്കുകൾ. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പ്രശ്നമാക്കണ്ട, ആരുടെ ഭാഗത്തു നിന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അവർ ചെയ്യട്ടെ. അത് കേട്ടപ്പോൾ പിന്നെ അവളുടെ ആങ്ങള ഒന്നും മിണ്ടിയില്ല. കാരണം ഒരിക്കലും ഇനി തൻ്റെ പെങ്ങളെ അങ്ങോട്ട് വിട്ടുകൊടുക്കൂല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഉറച്ച വിശ്വാസം. എന്നാൽ ഉപ്പക്കും അങ്ങനെ തന്നെ. ഒരിക്കലും തൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് അവളിഞ്ഞ് പറഞ്ഞു വിടില്ല, അവൾ ഇവിടെ ജീവിച്ചോട്ടെ, അവൾക്ക് ചിലവിനുള്ളതെല്ലാം ഞാൻ കൊടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അറബിയുമ്മങ്ങാനും ഇതറിഞ്ഞാലൊരു പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ശകാരം കേൾക്കും എന്നുള്ള കാര്യവും ബഷീർക്കൊക്കെ അറിയാമായിരുന്നു. കാര്യങ്ങളെല്ലാം ശരിയാക്കുവാൻ വേണ്ടി എല്ലാം സൈൻ ചെയ്ത് കൊടുത്തു. എന്നാൽ നിങ്ങൾ അടുത്ത വ്യാഴാഴ്ച പോരുട്ടോ, അത് ഒന്ന് ശരിക്കൊന്ന് ഇളകി വരാനുള്ള ടൈപ്സിലുള്ള ഒരു
മെഡിസിന് തരാം, അത് കഴിച്ചിട്ട് ഒന്ന് അങ്ങനെ ആകുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ. അങ്ങനെ അവരെല്ലാവരും അതാ അവിടെ നിന്ന് ഇറങ്ങുന്നു. കേട്ടില്ലേ മോനെ? എന്ത് അറിഞ്ഞില്ലേ? ആ തള്ളി മോനും കൂടിയും കൊടുത്താണല്ലോ ഗുളികയെ. മോനാണല്ലോ ഇത് എത്തിച്ചെടുത്തത്. മോൻ എങ്ങനെയൊക്കെ ദുബായിലൊക്കെ ആയിരുന്നല്ലോ. ആ ഓനെ എത്തിച്ച് കൊടുത്ത് തള്ള കൊടുത്തു എന്നാണ് പറയണത്. ഓള് വാങ്ങി കുടിച്ചും ചെയ്തു. ആ ചെക്കനെൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഉമ്മ, ഞാനെൻ്റെ ഈ വസ്ത്രത്തെ മറന്നു പോട്ടോ. എൻ്റെ പെങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് വന്നിട്ടുള്ളത്. ഉമ്മ, എൻ്റെ ഉപ്പാൻ്റെ മുമ്പിൽ ഞാൻ ഉപ്പാൻ്റെ മോനായിട്ട് ഇപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. മോനെ എന്ത് ചെയ്യാനാടാ നീ? എൻ്റെ പെങ്ങളെ കേടുന്നില്ലേ ശരീരം? ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹേക്ക് കേട് വരാൻ കാരണക്കാരായാലേ ഞാൻ വെറുതെ വിടുമ്മ. എനിക്കതിന് കഴിയോ? എല്ലാവരും അവരവരുടെ വാഹനങ്ങൾ കയറി അതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ശരിക്കും ഉപ്പാക്കും മോൾട്ടിക്കൊക്കെ നല്ല സങ്കടമുണ്ട്. സിനാൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഉമ്മയും സിനാനും കൂട്ടു നിന്നിട്ട് എന്തൊക്കെയോ ചെയ്തു പോയി. വല്ലാത്തൊരു ചെക്കനായിപ്പോയി, എൻ്റെ മകനായിപ്പോയി. അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ അവനെ. ഉപ്പാക്ക് ദേഷ്യം പിടിക്കുകയാണ്. വാഹനമെടുത്ത് അവർ രണ്ടു കൂട്ടരും അതാ ആ ഗേറ്റിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ സിനാൻ പതിവ് പോലെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ആ വാഹനങ്ങൾ കാണുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ അവരുടെ അടുക്കലേക്ക് വരുന്നു. ആദ്യമേ ഉപ്പ വാഹനത്തിൽ നിന്നിറങ്ങി. ഇവിടെ വാടാ, ഇവിടെ വരാനാ പറഞ്ഞത്. അവൻ്റെ കോളറിന് പിടിച്ച് ഉപ്പ, എന്താ സിനാനെ നിനക്ക് ഇത്രയും ബുദ്ധി ഇല്ലാതായി പോയോ? നീ എന്തിനു വേണ്ടിയാടാ ജനിച്ചത്? ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടോ? എന്തിനാടാ പിഞ്ചു കുഞ്ഞിനെ നീ നശിപ്പിച്ചത്? എത്ര ആഗ്രഹത്തോടെയാണ് നമ്മളൊക്കെ അതിന് കാത്തു നിൽക്കുന്നത്. പഠിച്ചവൻ എത്ര പ്രതീക്ഷയോടെ നമുക്ക് തരുന്നത്. അത് കൊല്ലാൻ പാടുണ്ടോടാ അതിനെ? ഇങ്ങോട്ട് വാടാ. ഉപ്പ, നിങ്ങൾ എന്തേ പറയുന്നത്? ഏത് കുഞ്ഞ്? അറിയില്ലല്ലേ? സ്വന്തം ഭാര്യനെ ഗർഭിണിയാക്കിയിട്ട് ഏത് കുഞ്ഞിന്ന്? ഗർഭിണിയോ? ഒരിക്കലും അല്ല, അവൾ ഗർഭിണിയല്ലല്ലോ. പോടാ, കുറച്ച് മാസം മുമ്പത്തെ കാര്യമാണ് ഈ പറയണത്. നീ അവളെ ഗർഭിണിയാക്കിയിട്ടില്ല ഗൾഫിൽ പോയത്, എന്നിട്ട് നീ കൊല്ലാക്കൊല്ല ചെയ്യുന്നടാ തെണ്ടി എന്ന് പറഞ്ഞ് ഉപ്പ അവനെ അതാ നല്ല രീതിയിൽ പെരുമാറുന്നു. വേണ്ടുപ്പാ, വേണ്ട. അവൻ മാത്രല്ലല്ലോ, ഉമ്മയുണ്ടല്ലോ കൂട്ടിന്. മോൾട്ടിയുടെ ആ ഒരു സങ്കടം നിറഞ്ഞ വാക്കുകൾ. നീ പോടി പെണ്ണെ, ഇവനെ വെറുതെ വിടില്ലെന്ന്. എന്തിനാ സിനാനെ പറയിപ്പിക്കാനായിട്ട് ജനിച്ചത്? എനിക്ക് എങ്ങോട്ടിങ്ങനെ പോയിക്കൂടെടാ നാട് വിട്ട്? എൻ്റെ മുഖം എനിക്ക് കാണണ്ട. ഉപ്പ, ഞാനല്ല ഉപ്പ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, ഞാനല്ല. നീ വന്ന് പോടാ. പെണ്ണിനെ നോക്കാൻ കഴിയാതെ ഓനങ്ങനെ പെണ്ണിട്ടാ നടന്നിക്കണ്. ഒന്ന് പോടാ. ഇപ്പതാ ഒന്നിനും കൂടി കെട്ടിക്കൊടുന്നിക്കണ്. എൻ്റെ കൺമുമ്പിലും വന്ന് പെട്ടാലുണ്ടല്ലോ ഉപ്പ തുടരെ അവൻ്റെ മുഖം നോക്കി തല്ലുന്നു. ഉപ്പ, ഞാനല്ല ഉപ്പ. നേരെ അതാ ആ ചുവരിൽ ഇടിക്കുന്നു അവൻ്റെ തല. പെട്ടെന്ന് സെക്യൂരിറ്റി അങ്ങോട്ട് വന്നു. മിസ്റ്റർ, നിങ്ങൾ ഇവിടെ വന്ന് എന്താണ് ഇങ്ങനെ? അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ ബാധിക്കും. നിങ്ങൾ അപ്പുറത്തൊക്കെ അങ്ങനെ മാറി. ഇത് എൻ്റെ മോനാണ്. എൻ്റെ മോനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും വേണ്ടില്ല, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽപ്പിക്കൽ. ഈ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൻ്റെ ഭാഗത്ത് നടക്കില്ല ഇത്. സെക്യൂരിറ്റി അത് വന്ന് പറഞ്ഞപ്പോൾ കോളർ പിടിച്ചുകൊണ്ട് ഉപ്പ അവനെ വലിച്ചു കൊണ്ടുപോകുന്നു. സിനാനെ, എൻ്റെ മകനാണെങ്കിൽ സത്യം പറയടാ, എന്തിനു വേണ്ടിയിട്ടാടാ നീയെ? എന്തിനു വേണ്ടിയിട്ടാണ് നീ ആ കുട്ടീനെ കൊല്ലാക്കൊല ചെയ്തത്? ഉപ്പ, ഞാൻ അറിഞ്ഞിട്ടില്ല. നിനക്ക് അറിയില്ലടാ. നീയും തള്ളയും കൂടി ഒത്തൊരുമിച്ച് എന്തൊക്കെ നാടകമായിരുന്നു അവിടെ കളിച്ചിരുന്നത്. ഉപ്പ, ഞാനല്ല ഉപ്പ. പിന്നെന്താടാ 1.5 മാസത്തോളം ഓളെ വിളിക്കാതിരുന്നതും? എന്തൊക്കെയായിരുന്നു അവിടെ നടന്നിരുന്നത്? എന്നൊരു പുല്ല് വില ഉണ്ടായിരുന്നോ മോൻക്കും തള്ളക്കും? ഇല്ലല്ലോ. അപ്പോഴെനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടെന്ന്. എന്ത് കാര്യത്തിനും വേണ്ടിയിട്ടാണ് സിനാനെ? ഒന്നുമില്ലെങ്കിൽ ഈ എത്ര വലിപ്പമുണ്ടല്ലോ. അന്നതിനാണോ ഞാനെനിക്ക് പെണ്ണ് കെട്ടിച്ചെന്നത്? ഉപ്പ, നിങ്ങൾ എന്ത് പറയുന്നു? എനിക്ക് മനസ്സിലാകണില്ല. അപ്പോൾ നീ അറിഞ്ഞിട്ടില്ലേ നിൻ്റെ ഭാര്യ ഗർഭിണിയായതൊന്നും? ഇല്ല, അതൊന്നും അത്രയൊന്നും അറിയില്ലടാ. നിനക്കൊന്നും അറിയില്ല. വിവരങ്ങളൊക്കെ എൻ്റെ ഉമ്മാൻ്റെ അടുത്താണല്ലോ. സിനാനെ, നാട് വിട്ടോ. ഈ നാട്ടിൽ എന്നെ നീ കണ്ടുപോകരുത്. ഒരു നിമിഷമെങ്കിലും ആ പെണ്ണിനെ കാണുവാൻ വേണ്ടി ഈ ശ്രമിക്കുകയും ചെയ്യരുത് ഒരിക്കലും. നിന്നെ ഇനി എനിക്ക് കാണണ്ട, വീട്ടിലേക്കും കിടക്കണ്ട. എവിടെങ്കിലൊക്കെ പോയിക്കോ, എനിക്ക് പ്രശ്നമില്ല. ഇനി എന്നെ
അന്നെക്കൊണ്ടുള്ള പരാതി കേൾക്കാൻ കയ്യായിട്ടാണ്. ഒന്നുമില്ലെങ്കിലൊരു പിതാവല്ലേ ഞാൻ? എൻ്റെ ബാപ്പയല്ലേ? കുറച്ചൊക്കെ ഉണ്ടാവൂലേ? അന്നെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു വേദന. കേട്ടില്ലേ? എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഈയാണ്. ആ പിതാവും കരയുകയായിരുന്നു. തൻ്റെ മകൻ്റെ പ്രവൃത്തികളോർത്ത്, തൻ്റെ മകന് വന്ന പ്രശ്നങ്ങളോർത്ത് അയാൾ കരയുകയാണ്. പഠിച്ചോനെ, മക്കൾ വേണം, പക്ഷേ സ്വാലിഹായ മക്കൾ വേണം. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും. അല്ലാ, എല്ലാവർക്കും നീ സ്വാലിഹായ മക്കളെ കൊടുക്ക്. ഇതുപോലത്തെ നീ കൊടുക്കല്ല. സ്വന്തം കുഞ്ഞിനെ വരെ കൊല്ലുന്ന മകനും ഉമ്മയൊക്കെ. പഠിച്ചോനെ, എന്തൊരു വല്ലാത്തൊരു. ഉപ്പ, നിങ്ങൾ കരയല്ലേ? എല്ലാം ഒരു ദിവസം തെളിയായിരിക്കും. എന്ത് തെളിയാ മോളെ? ഇനി എന്ത് തെളിയാൻ? എനിക്കൊന്നും പറയാലോ. ഉപ്പ, കയറി നമുക്ക് പോകാം. ഉപ്പ, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയോ? മോളെ, എന്തിനാണ് ദുനിയാവ്? ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. എന്ത് സമാധാനത്തിലാണ് ഇവിടെ നിൽക്കുക? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ മോൾട്ടെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പടച്ചോൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. ദുനിയാവെന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ദുനിയാവെന്ന് പറഞ്ഞാൽ കുറച്ച് കാലമേ ഉള്ളൂ. പക്ഷെ പടച്ചോൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കളവിനൊക്കെ രക്ഷപ്പെടാൻ കഴിയുമോ? ഈ ഒരു അക്രമത്തിനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. മോൾട്ട് നേരെ സിനാൻ്റെ അടുക്കലേക്ക്. സിനാനെ, എടാ, എന്തിനാടാ എത്താത്ത? അങ്ങനെയല്ല. പിന്നെ എങ്ങനെ? മോൾട്ടെ, ഇങ്ങോട്ട് പോന്നാ. ഓൻ്റെ കളവ് കേൾക്കണ്ട. ഓൻ്റെ കളവ് കേട്ട നമ്മൾ കൂടി. എത്താത്ത, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. എത്താത്തെങ്കിലും എന്നെ. സിനു, എനിക്ക് നിന്നെ ഇതുവരെ ഇഷ്ടമായിരുന്നു. പക്ഷേ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു വേദനയായി പോയിട്ടോ. സങ്കടമായി. എന്നോട് ക്ഷമിക്കണം സിനു. എനിക്ക് താല്പര്യമില്ല നിന്നോട് സംസാരിക്കാൻ. പ്രിയപ്പെട്ട പെങ്ങളും തന്നെ ഉപേക്ഷിച്ചു എന്നുള്ള സത്യം അതാ സിനാൻ മനസ്സിലാക്കുന്നു. പഠിച്ചോനെ, എനിക്കിനി ആരുമില്ല. അല്ലാ, എന്താണ് എന്നെ കൊണ്ട് വന്ന കുറ്റം? എനിക്കറിയുന്നില്ല. അവൻ അവിടെ ഇരുന്ന് തേങ്ങി. മോൾട്ടിയും ഉപ്പയും കാറോടിച്ച് ദൂരേക്ക് പോകുന്നതും അവൻ നോക്കിക്കരഞ്ഞു. ഉപ്പ, ഞാനല്ല ഉപ്പ, ഒരിക്കലും ഞാനല്ല. അവൻ അവിടെ നിന്ന് അലമുറ ഇടുന്ന പോലെയാണ്. അവൻ റോട്ടിലൂടെ ഭ്രാന്തനെ പോലെ അലഞ്ഞു. പെട്ടെന്നതാ ഒരു വാഹനം അവൻ്റെ മുമ്പിലേക്ക് അവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വരുന്നു. അവൻ്റെ തൊട്ടു മുമ്പിൽ അത് ബ്രേക്കിട്ട് അതിൽ നിന്ന് ചാടി ഇറങ്ങി. മറ്റാരുമായിരുന്നില്ല, മുസ്തിയുടെ ആങ്ങളെയും വേറൊരാളും. സിനാനെ, എങ്ങോട്ടാ രക്ഷപ്പെടുന്നത്? അളിയനങ്ങോട്ട് വന്നാട്ടെ. ശരിക്കും ഒരു റൗഡിയുടെ ലുക്കിലാണ് അപ്പോൾ അദ്ദേഹത്തെ അവനക്ക് തോന്നിയത്. സ്വാലിഹായ നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഷെയ്ത്താൻ്റെ രൂപമാണ് തോന്നുന്നത്. സിനാൻ, എങ്ങോട്ടാ? എങ്ങോട്ടുമില്ല. അല്ലെങ്കിൽ എങ്ങോട്ട് പോവാനാ? വാ മോനെ, ഒന്നിങ്ങോട്ട് വിട്ടുപോരി. മുസ്സി, എനിക്ക് മുസ്സിയോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. മുസ്സി, പോടാ. ഇനി അവളെ ആ ഒരു വാക്ക് നീ ഉച്ചരിച്ചു പോരുത്. അവൻ്റെ തോളിൽ കയറ്റുകണ്ട് രണ്ടുപേരും കുറച്ചപ്പുറത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. സിനാനെ, പറയടാ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പെങ്ങളെ കുഞ്ഞിനെ നശിപ്പിച്ചത്? സംഭവം നിൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കും. എങ്കിലും എന്തിനാ നശിപ്പിച്ചത്? എന്തിനു വേണ്ടിയിട്ട്? എന്താ നിനക്ക് ഇതുകൊണ്ട് ലാഭം കിട്ടിയത്? പഠിച്ചോനെ, ഞാനോ? ഹേയ്, ഒരിക്കലുമില്ല. ഞാൻ അവൾക്ക് ഉള്ളതുപോലും അറിയില്ല. സിനാനെ, കള്ളത്തരം പറയുന്നോടത്തേണ്ടി. നിൻ്റെ കുഞ്ഞിനെ നിനക്കറിയില്ലേ? ഭാര്യയും ഭർത്താവും എല്ലാം ഷെയർ ചെയ്യുന്നവരല്ലേ? നിങ്ങൾക്ക് എപ്പോഴും ഫോൺ വിളി കുറച്ച് കൂടുതലായിരുന്നല്ലോ ആദ്യം. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇത്രയും സമയമായിട്ട്? 1.5 മാസം പ്രായമായിട്ടുണ്ട്. ആ ഒരു കുഞ്ഞിനെയാണ് നിങ്ങൾ നശിപ്പിച്ചത്, നീയും നിൻ്റെ ഉമ്മയും കൂടി. പഠിച്ചോനെ, ഞാനല്ല. എനിക്കതിന് മനസ്സ് വരില്ല. ഞാനല്ല. ദയവായി നിങ്ങളെന്നെ വിശ്വസിക്കണം. പിന്നെ ആരാ? നിൻ്റെ തള്ളയാണോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. അവൾ നിന്നോട് ഒന്നും പറഞ്ഞില്ലേ? അപ്പോൾ പറയാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞിരുന്നത് മോളെ ക്ഷമിച്ചോ എന്നായിരുന്നു. അധികമായിട്ടില്ലല്ലോ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ. അതേ, എന്തൊക്കെ തന്നെയായാലും നീ ചെയ്തത് മഹാ തെറ്റാണ്. ഇങ്ങനെ ഒരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ല. ഇത് പടച്ചോൻ്റെ ഭാഗത്തുനിന്നും ദുനിയാവ് ഇവിടെയും തെറ്റന്നെയാണ്.
കാരണം ഇങ്ങനൊന്നും ചെയ്യണത് നല്ലതല്ലല്ലോ. ഇതൊക്കെ കേസായി മുന്നോട്ട് പോകണമെങ്കിൽ മോനെ നീ അഴി എണ്ണേണ്ടി വരും. എന്താ നിൻ്റെ പ്ലാനിങ്? ഇനിയും നീ എൻ്റെ മുഹ്സിയെ ശല്യപ്പെടുത്തുവാനോ ഇതിനോ വരുന്നുണ്ടോ? ഒരിക്കലും നിനക്ക് ഞാൻ വിട്ടു തരില്ല എന്ന് മാത്രമല്ല, ഇതിനൊരു പരിഹാരം നീ കാണിച്ചു തരണം. എൻ്റെ കുട്ടിക്ക്, എൻ്റെ പെങ്ങക്ക് ശരീരത്തിന് തളർച്ചയാണ്. കാരണം അത്രക്കും വലിയ സൈഡ് എഫക്റ്റുള്ള മരുന്നാണ് കുത്തി കയറ്റിയിട്ടുള്ളത് തള്ളയും മോനും കൂടെ അല്ലേ? ഞാനല്ല, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. പിന്നെന്താടാ നീ അറിയാതെ? നിൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നീ അറിയുന്നില്ലേ? ഇല്ല, ഞാൻ 1 മാസം എൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ സൗദിയിലേക്ക് പോയിട്ടുണ്ട്. സത്യമായിട്ടും എനിക്ക് ഇതിനെക്കുറിച്ച് നീ ഒന്ന് പോടാ. കള്ള കണ്ണീര് വരുത്തി നീ കരഞ്ഞെന്ന് വിചാരിച്ച് നമ്മളിത് വെറുതെ വിടില്ല കേട്ടോ. എൻ്റെ കുട്ടിക്ക് എന്താ സംഭവിക്കട്ടെ. എൻ്റെ ബാപ്പ എന്നെ ഏൽപ്പിച്ച് പോയതാടാ. എൻ്റെ പെങ്ങളെ എൻ്റെ കൈകളിലാണ് ഏൽപ്പിച്ചത്. ബാപ്പാൻ്റെ കുട്ടി എൻ്റെ 2 പെങ്ങന്മാരെ നല്ല പോലെ നോക്കണം കേട്ടോ. ഓലെ കെട്ടിച്ച് വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ നാഫി ഉസ്താദ്, അവൻ്റെ കെയർ ഓഫിലൂടെയാണ് ഇത് വന്നത്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾ ഇത്രയ്ക്ക് നീചന്മാരറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇതിന് നിൽക്കില്ലായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ പെങ്ങളെങ്ങനെ കൊല്ല ചെയ്തത്? എനിക്ക് ആ ആങ്ങളെയും അവിടെ നിന്ന് കരയുകയായിരുന്നു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സുഹൃത്ത്, എടാ നമ്മളെ ഭാഗത്ത് ശരീരഭാഗത്തിൽ എന്തെങ്കിലും ഒരു കേടുള്ള ഭാഗം ഉണ്ടെങ്കിൽ മുറിച്ചൊഴിവാക്കുക, അല്ലാതെ അവിടെ നിന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പെങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇവനെ പറ്റിയ മാറ്റി പറിച്ച് നടണം. എങ്കിലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സിനാനെ, ആ ഉസ്താദ് അവനെ വിളിക്കുന്നു. എന്തിനായിരുന്നു നിങ്ങളുടെ പെങ്ങളോട് ഇത്രയും വലിയ ക്രൂരത? വേണ്ടെങ്കിലും ഉപേക്ഷിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾക്ക് ഈ കുട്ടീനെ വേണ്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നു? ഇല്ല, അവളെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ആഹാ, എന്നിട്ടാണ് ഇത്രയും വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തത്? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാനല്ല അത് ചെയ്തത്. അവൻ കരഞ്ഞുകൊണ്ട് തന്നെ അത് പറയുകയാണ്. ശരിക്കും അവരുടെ ഇടയിൽ തന്നെ ഓരോ സംശയങ്ങൾ അവശേഷിക്കുകയാണ്. എന്തായാലും വേണ്ടില്ല, എൻ്റെ പെങ്ങളെ എനിക്ക് തരില്ല. എനിക്കുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്താം. എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഹയറായൊരു ഭർത്താവിനെ കൊണ്ട് അവളെ കെട്ടിച്ചു വിടണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഇനി നിൻ്റെ കൂടെ വരില്ല. സിനാനെ, ദയവായി ഞങ്ങൾ നീ ശല്യപ്പെടുത്തരുത്. എൻ്റെ പെങ്ങളെ ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും. പാവമാണ് അവൾ, പാവം പെൺകുട്ടിയാണ് അവൾ. സിനാൻ അവൻ്റെ ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല. റബ്ബേ, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ലല്ലോ. അല്ലാ, എന്തിനാ റഹ്മാൻ എന്നെ എങ്ങനെ കള്ളനാക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് റബ്ബേ? സിനാന് ശബ്ദം തന്നെ ഇല്ലാതായിരിക്കുന്നു. ഞങ്ങളായതുകൊണ്ട് നിൻ്റെ മേത്ത് കൈവെക്കുന്നില്ല. വേറെയുള്ളവരാണെങ്കിൽ അടിച്ച് നിൻ്റെ പല്ല് 32 കൊഴിച്ചിരുന്നു. കൈകാലൊടിച്ച് ആ മൂലക്കിൽ കെട്ടി തൂക്കുമായിരുന്നു. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ നിരപരാധിത്വം തെളിഞ്ഞാൽ മാത്രം മതി എനിക്ക്. നിങ്ങളെന്നെ എന്ത് തല്ലിക്കൊന്നോളൂ, ഒന്നും കുഴപ്പമില്ല. പഠിച്ചോനാറുണ്ടല്ലോ, എനിക്കറിയാം എന്നെ ആരും വിശ്വസിക്കൂല. സിനാന് ശരിക്കും ഒരു ഭ്രാന്തനായതുപോലെ തന്നെയാണ് ഇപ്പോൾ. എന്നാൽ ഈ സമയം അതാ മുഹ്സിന. ഇതുവരെ സിനാനോടുണ്ടായിരുന്ന ആ ഒരു ഇഷ്ക്, ആ ഒരു മുഹബത്ത്, ആ ഒരു സ്നേഹം അവൾക്ക് പതിയെ കുറഞ്ഞു വരുന്നത് പോലെയാണ് തോന്നിയത്. പഠിച്ചോനെ, സിനു അങ്ങനെ ചെയ്തുല്ലേ? അപ്പോൾ എനിക്കറിയായിരുന്നു. 1.5 മാസത്തോളം ഞാൻ ഗർഭിണിയായിരുന്നു. അപ്പോൾ സിനുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് അതൊക്കെ നടന്നതല്ലേ? ആയിക്കോട്ടെ, ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആ ദിവസം മുതൽ സിനാനോട് മനസ്സിൽ ചെറിയൊരു ദേഷ്യം അവൾക്ക് തോന്നി തുടങ്ങി. സിനു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നോട് ഇത്ര ക്രൂരത? എനിക്ക് എന്തിഷ്ടമായിരുന്നു ഒരു കുഞ്ഞിക്കാല് കാണാൻ. പഠിച്ചോനെ, ഇത് മുഹ്സിനയും കരയുകയായിരുന്നു. ഉമ്മ പറഞ്ഞു, പെണ്ണെ, ഇനി ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നീ കരയണ്ട. ചത്ത കുട്ടിക്ക് ജാതകം നോക്കിയിട്ട് കാര്യമില്ല. ഉമ്മ, അങ്ങനെ നിങ്ങൾ പറയല്ലേ? ആ, അതാ പറയണത്. കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. പുതിയതെന്തേ ആലോചിക്കുക. ഇനി എൻ്റെ പഴയ ഈ ജീവിതം കാര്യങ്ങളൊക്കെ കണ്ട് ഒഴിവാക്കിക്കളാം. നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാം. അതായിരിക്കും നല്ലത്. അങ്ങനെ ആയിക്കഴിഞ്ഞാലേ എൻ്റെ കുട്ടിക്ക് നല്ലൊരു സമാധാനത്തോടുള്ള ജീവിതം ഉണ്ടാവും. ഉമ്മ, വേണ്ട, മതി, ജീവിതമൊക്കെ മതി. ഭർത്താക്കന്മാരെ വരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണിപ്പോൾ. വേണ്ട ഉമ്മ, ഒന്നും വേണ്ട. ശരിക്കും മുഹ്സിനയ്ക്ക് അങ്ങനെയാണ് പറയുവാൻ വേണ്ടി തോന്നുന്നത്. മോളെ,
നമുക്ക് വേറെ നോക്കാന്ന് പറഞ്ഞു. ഉമ്മ വേണ്ട, കല്യാണം തന്നെ വേണ്ട, എന്തിന് ചതിയന്മാരെ കൂട്ടത്തിൽ ജീവിക്കാൻ എനിക്ക് വയ്യ, ഒറ്റയ്ക്ക് ജീവിക്കുക അന്തസ്സോടെ. മോളെ അത് പറഞ്ഞാൽ പറ്റില്ല. ഹസനത്തിൻ്റെ നിക്കാഹാണ് അടുത്ത ആഴ്ച. എൻ്റെ കുട്ടി ഇങ്ങനെ ഭർത്താവില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ഉമ്മ കുഴപ്പമില്ല ഉമ്മ, ഞാൻ കുറേ ജീവിച്ചില്ലേ ദാമ്പത്യ ജീവിതമൊക്കെ, ഒന്നും എനിക്ക് കുഴപ്പമില്ല. മോളെ അത് പറഞ്ഞാൽ പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴതാ അവളുടെ ആങ്ങളയും കൂട്ടുകാരനും അങ്ങോട്ട് വരുന്നു. ഓനോട് കണക്കിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. മുഹ്സിന ദയവായി ഇനി മെസ്സേജ് അയക്കാനും വിളിക്കാനും നിൽക്കല്ല കേട്ടോ. അത്രക്കും ഓനോട് നമ്മൾക്ക് അടിക്കാൻ കഴിയായിട്ടല്ല, അടിച്ച് കൊല്ലാൻ കഴിയായിട്ടല്ല, വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ, ശരിയല്ലല്ലോ എന്നതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ച് ഓനോട് പറഞ്ഞേക്കണം, ദയവായി ഞങ്ങൾ ശല്യപ്പെടുത്തരുത്, എങ്ങോട്ടെങ്കിലൊക്കെ പോയിക്കോ, എൻ്റെ പെങ്ങളെ നീ ശല്യപ്പെടുത്തി നീ വരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ താക്കീത് കൊടുത്ത് വിട്ടേക്കാണ്. അഥവാ നിന്നെ എങ്ങാനും കാണുവാനോ സംസാരിക്കുവാനോ അവൻ ശ്രമിക്കുകയാണെങ്കിലേ ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ വിളിച്ച് അവനക്കെതിരെ പരാതി കൊടുക്കും, അവനെ ലോക്കപ്പിലിടും. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ഡൈവോഴ്സൊക്കെ വാങ്ങണം. അത് കേട്ടപ്പോൾ ശരിക്കും അവളുടെ ഹൃദയം പൊട്ടിപ്പോയി. അല്ലാ, അവൾ തൻ്റെ ഇടനെഞ്ചിൽ കൈവച്ചു. അല്ലാ, മോളെ എന്തു പറ്റി? എന്തിനാ മോളെ അങ്ങനത്തോലെ വെച്ച് നടന്നിട്ട്? ഒരു കാര്യമില്ല. എന്തിനാ ഇഞ്ഞു പോലും അതല്ല, അതിൻ്റെ അപ്പുറം ചെയ്യാനും മടിക്കൂല. അപ്പം ആ കുട്ടി വളർന്ന് വലുത് പ്രസവിച്ചിരിക്കുകയാണെങ്കിൽ ആ കുട്ടീനെ അടുത്ത് കിണറ്റിലിടാലും ഓല് മടക്കൂലല്ലോ. എങ്ങനെ? അത്രക്കും ക്രിമിനൽ ആൾക്കാരാവൂലേ? ഓലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പൊന്നു മോളെ, നമ്മൾ രക്ഷപ്പെട്ടു. അവർ യാത്ര തുടർന്നു. വീട്ടിലേക്കുള്ള ആ യാത്രയിൽ മുഹ്സിനയുടെ മനസ്സിൽ ശൂന്യമായിരുന്നു. ഇതുവരെ ഞാൻ സ്നേഹത്തോടെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന തൻ്റെ സിനാൻ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവൾക്ക് മനസ്സിലായി തുടങ്ങി. ഈ ദുനിയാവിൽ തനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ അവൾ ആ കാറിൽ ചാരിയിരുന്നു. അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ പ്രതീക്ഷകൾ എല്ലാം അവൾക്ക് നഷ്ടപ്പെട്ടു. പഠിച്ചോനെ, ഈ ദുനിയാവിൽ എനിക്കെന്ത് എന്നുള്ള രീതിയിൽ അവൾ ആ വീട്ടിലേക്ക് യാത്ര തുടർന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. സിനാൻ്റെ സ്ഥിതി ഇനി എന്ത്, മുഹ്സിനയുടെ സ്ഥിതി ഇനി എന്ത് എന്നൊക്കെ നമ്മൾക്ക് കാത്തിരിക്കാം. എന്നാൽ ഈ സമയം രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് സിനാൻ്റെ ഉമ്മ റഷീദ. ഓരോ ഡോക്ടറെയും പോലീസിനെയും വിളിച്ച് നമ്മളെ പേടിപ്പിച്ച് നമ്മൾ പേടിക്കുന്ന വിചാരിച്ച് നിൽക്കുക. എന്താന്നല്ലേ, എല്ലാത്തിനും കാരണക്കാരൻ സിനാൻ തന്നെ. എനിക്ക് ഒരേ ഒരു ഉത്തരേ പറയാനുള്ളൂ, ഓനത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനങ്ങനെ ചെയ്തത്, അല്ലാതെ എനിക്കതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടായിട്ടൊന്നുമല്ല. ഒക്കത്തിനും കാരണക്കാരൻ എൻ്റെ ആ കുരുത്തം കെട്ട മോൻ സിനാന് തന്നെയാണ്. പെട്ടെന്നതാ ഉപ്പ കാറുമായി വരുന്നു. ഉപ്പ ദേഷ്യത്തോടെയാണ് അകത്തേക്ക് കയറിയത്. എന്താ മനുഷ്യ, നിങ്ങളെ മുഖത്ത് കടന്നല കുത്തിയോ? റഷീദ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ടോ. അയ്യോ, എൻ്റെ മോൻ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് നിങ്ങളെന്താ എന്നെ പറയണത്? ഞാനൊന്നല്ല, എനിക്ക് അറിയില്ല, ഒക്കത്തിനും കാരണം നിങ്ങളെ മോൻ തന്നെയാണ്. മോൾട്ടിൻ്റെ കൂടെ വന്നിരുന്നു. ഓള് ഈ വീട്ടിൽ ഒരിക്കലും വരാനാവൂല എന്ന് വിചാരിച്ച് അവൾ വഴിയിൽ തന്നെ ഇറങ്ങി. അല്ലാതെ എന്താ, ഇവിടെ ജീവിക്കണേക്കാളും നല്ലത് വേറെ എവിടെക്കെങ്കിലും പോവാണ്. ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ഇതിനുള്ളിൽ നടക്കുന്നുണ്ടെന്ന് ആരറിഞ്ഞ്? വല്ലാത്തൊരു സാധനം തന്നെയാണ് കേട്ടോ ദിയേ. എന്താ മനുഷ്യ, നിങ്ങൾക്ക് എന്നോട് ഇത്ര വലിയ പുച്ഛം? നിങ്ങളെ മോനാണല്ലോ ചെയ്തത്. ഓനെ നിങ്ങൾ കൊല്ലാക്കൊല ചെയ്യേണ്ടത്, അല്ലാതെ എൻ്റെ നേർക്കല്ല. ഒക്കെ കണക്കന്നെ. ഇവിടെ മടുത്ത് ജീവിതം, വേറെ എവിടെക്കെങ്കിലും നാട് വിടാൻ നല്ലത് ഇവിടെ നിൽക്കണേക്കാളും. ഞങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ ഗൾഫിലേക്ക് പോയിക്കോളി, ഇവിടെ ഇങ്ങനെ പീഡിയക്കൊലായ്മ പോയിരിക്കണ്ടല്ലോ. വല്ലപ്പോഴും ആൾ വരും, അല്ലെങ്കിൽ വരൂല, കച്ചവടവും ഇല്ല. അങ്ങനെ നീ ഒന്ന് പോടി. നിന്നോട് ആരതൊക്കെ ചോദിക്കാനും പറയാനും പറഞ്ഞത്? അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, ഞാൻ നയിച്ചുണ്ടാക്കിയ വീടാണിത്. നിനക്കെന്തിമ കാര്യം? ആഹാ, അങ്ങനെ പറഞ്ഞാണ്ട് വന്നൂടി. അതേ, ആരും നയിച്ചുണ്ടാക്കി എന്നതിലല്ല, ആരുടെ പേരിലാണെന്നാണ്. പിന്നെ വല്ലാതെ വെളച്ചിലെടുത്താലേ എല്ലാത്തിനെടുത്ത് ഞാൻ പുറത്തേക്കിടലേക്കാരോ. എല്ലാവരും പിടിച്ച് പുറത്താക്കും, എന്നെ വീട്ടിലൊന്ന് ഉപദ്രവിക്കാമെന്ന് പറഞ്ഞിട്ട്. പറഞ്ഞില്ലെന്ന് വേണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നിൻ്റെ കൂടെ ജീവിക്കണേക്കാൾ നല്ലത് വേറെ പുറത്ത് എവിടെയെങ്കിലും പോയി ജീവിക്കുന്ന നല്ലത്. ആവൂല, നിൻ്റെ ഈ കള്ളത്തരത്തിൻ്റെ ഒപ്പം കൂട്ടു നിന്ന് ജീവിക്കാൻ എനിക്ക് ആവൂല. ഉപ്പ അത്യാവശ്യം ദേഷ്യത്തിൽ തന്നെയായിരുന്നു. റഷീദയുടെ നേരെ ഉപ്പ അതാ കൈ തരിച്ചുകൊണ്ട് വരുന്നു. ദേ മനുഷ്യ, എന്നെങ്ങനെ തൊട്ടു പോയുണ്ടല്ലോ, നിന്നെ തൊടല്ല, അടിച്ച് കൊല്ലാണ് വേണ്ടത്. ഞാൻ ഇപ്പം തന്നെ കേസ് കൊടുക്കും, എന്നെ കൊല്ലാൻ വന്ന് പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. പറഞ്ഞില്ലെന്ന് വേണ്ട, കൊടുക്കടി അങ്ങോട്ട്. ജയിലിൽ പോയി കിടന്നാലും
ഈ വീട്ടിൽ നിൽക്കണതിന് തുല്യമാവില്ല. അതിനേക്കാളും നല്ല എത്രയോ നല്ല ജയിൽ തന്നെയായിരിക്കും. എൻ്റെ ഈ പീഡനത്തിന് മുമ്പിൽ ഈ മനുഷ്യന്മാരെ ഞെട്ടിപ്പിച്ച് നിർത്തുന്ന മുമ്പിൽ നിൽക്കാനാവില്ല റഷീദ. ഉപ്പ അതും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് അതാ ഇറങ്ങി പോവുകയാണ്. മനുഷ്യ, എന്തെങ്കിലും തിന്നാൻ കൊടുത്തെന്നോളൂ. ഇവിടെ ഇറച്ചി മീനൊന്നുമില്ല. ഇവിടെ ഒരു പെണ്ണുണ്ട്, അവളെ തീറ്റി പോറ്റാണ്. തീറ്റി പോറ്റിക്കങ്ങട്ട്. ആ, ഞാൻ ഇറങ്ങിക്കോളാം, എനിക്ക് ഇറങ്ങാൻ അറിയായിട്ടൊന്നല്ല. വേണ്ട വേണ്ട ഇരച്ചിട്ടാണ്. എല്ലാവരും തലേക്ക് കയറുകയാണ്. റഷീദ കലി തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും അവൾ ഒരിക്കലും ഒന്നും വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ്. ഉപ്പാക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കുവാനേ താല്പര്യമില്ല. എവിടേക്കെങ്കിലും പോവുക, പെട്ടെന്ന് വിസയൊക്കെ എടുത്തിട്ട് പോവുകയാണ് നല്ലത്. ഇവിടെ ജീവിക്കുന്ന ഒക്കത്തില്ല, നടക്കൂല ഇവളുടെ ഈ അട്ടഹാസത്തിനിടയിൽ ജീവിക്കാൻ. ഉപ്പ വിചാരിക്കുന്നു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് സ്ഥലം വിടണം. ഒരിക്കലും ഇവിടെ നിൽക്കാൻ, പ്രത്യേകിച്ച് എൻ്റെ മകനില്ലാത്ത വീട്ടിൽ നിൽക്കാൻ ഒട്ടും എനിക്ക് താല്പര്യമില്ല എന്ന് ചിന്തിക്കുകയാണ് ഉപ്പ. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.